എൻ്റെ കുഞ്ഞിന് ഒട്ടും തൂക്കമില്ല, കാണാൻ വളരെ മെലിഞ്ഞിട്ടാണ്. എല്ലാ അമ്മമാരെയും അലട്ടുന്ന ഒരേ ഒരു പരാതിയാണിത്. എന്നാൽ കുഞ്ഞിന് തൂക്കം കുറയാൻ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്നുമാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം, എങ്ങനെ? ആദ്യത്തെ 10 ദിവസം, പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കുഞ്ഞിൻ്റെ തൂക്കം അല്പം കുറയാൻ സാധ്യതയുണ്ട്. ബർത്ത് വെയ്റ്റിൻ്റെ 7 മുതൽ 10% വരെ ഇത് സ്വാഭാവികമാണ്. 10 ദിവസത്തിന് ശേഷം തൂക്കം കൂടി തുടങ്ങണം. മാസക്കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 മുതൽ 6 മാസം വരെ ഓരോ ആഴ്ചയും ഏകദേശം 150 മുതൽ 200 ഗ്രാം വരെ തൂക്കം കൂടണം. തൂക്കം കുറയാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിയായ രീതിയിലുള്ള മുലയൂട്ടൽ, ലാച്ചിങ്, അതായത് കുഞ്ഞ് ശരിയായി പാല് വലിച്ചു കുടിക്കുന്നില്ലെങ്കിൽ വയറ് നിറയില്ല, തൂക്കവും കൂടില്ല. ഹിൻഡ് മിൽക്കിൻ്റെ കുറവ്, മുലപ്പാലിൻ്റെ ആദ്യ ഭാഗത്ത് വെള്ളം കൂടുതലായിരിക്കും. ഫോർ മിൽക്ക്, അവസാന ഭാഗത്താണ് കൊഴുപ്പും കലോറിയും അടങ്ങിയ പാൽ ഉള്ളത്. ഒരു വശത്തെ പാൽ പൂർണ്ണമായും കുടിച്ചു തീർക്കുന്നതിന് മുൻപ് അടുത്ത വശത്തേക്ക് മാറ്റിയാൽ കുഞ്ഞിന് ഈ കൊഴുപ്പുള്ള പാൽ കിട്ടില്ല. ഇടവേളകളാണ്. കുഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ മാത്രം പാല് കൊടുക്കാതെ കൃത്യമായ ഇടവേളകളിൽ 2 മുതൽ 3 മണിക്കൂർ കൂടുമ്പോൾ പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അമ്മയുടെ ആഹാരം, അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകഗുണങ്ങൾ കുറയുന്നതും ഒരു കാരണമാകാം. പ്രധാന പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിയായ പൊസിഷനാണ്. മുലക്കണ്ണ് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം, എരിയോള കൂടി വായിലാക്കി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു വശം പൂർത്തിയാക്കുക. ഒരു പാൽ കുഞ്ഞ് തന്നെ മതിയാക്കുന്നത് വരെ നൽകുക. എങ്കിൽ മാത്രമേ കുഞ്ഞിന് തൂക്കം കൂടാൻ സഹായിക്കുന്ന കൊഴുപ്പുള്ള പാല് ലഭിക്കൂ. രാത്രിയിലെ മുലയൂട്ടൽ, രാത്രി സമയങ്ങളിൽ പാല് കൊടുക്കുന്നത് ഒഴിവാക്കരുത്. രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിൽ കലോറി വളരെ കൂടുതലായിരിക്കും. അടുത്തതായി അമ്മയുടെ ഡയറ്റാണ്. മുട്ട, പാൽ, നേന്ത്രപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ് എന്നിവ അമ്മയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പാലിൻ്റെ ഗുണനിലവാരം കൂട്ടും. എപ്പോൾ നമ്മൾക്ക് ഡോക്ടറെ കാണണം? കുഞ്ഞ് ഒരു ദിവസം 6 തവണയിൽ കുറവാണ് മൂത്രമൊഴിക്കുന്നത് എങ്കിലോ എപ്പോഴും തളർന്നിരിക്കുന്നത് പോലെ തോന്നിയാലോ തീർച്ചയായും ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കണം. തൂക്കം കുറവാണെന്ന് കരുതി സ്വയം തീരുമാനമെടുത്ത് കുപ്പിപ്പാൽ നൽകാൻ നിൽക്കരുത്. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. മറ്റു കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൃത്യമായി പാല് കുടിക്കുന്നുണ്ടോ എന്നും കുഞ്ഞ് ആക്റ്റീവ് ആണോ എന്നും മാത്രം നോക്കിയാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.